മോത്തി എറണാകുളം പള്ളിക്കരയിലാണ് ഒരു വീട് തകരുന്ന നിലയിലേക്ക് എത്തിയത്. അതായത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു വലിയൊരു കൂറ്റൻ മല പോലെ നമുക്ക് കാണാം. ആ മല താഴത്തേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് സംഭവം. ഈ പള്ളിക്കരയിലെ ജോമോൻ്റെ വീടാണ് ഇടിഞ്ഞു വീണത്. ജോമോനും കുടുംബവും ഇന്നലെ രാത്രി 10:30 കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഇവരാരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഒരു വലിയ ഒരു അപകടം ഒഴിവായി. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ വീട് ഏകദേശം അതിൻ്റെ പുറകുവശം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ജനൽ പാടികൾ അടക്കം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. നമുക്ക് ഈ ഒരു വലിയൊരു മല ഇങ്ങോട്ടേക്ക് പതിക്കുകയായിരുന്നു, ഈ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്നലെ ശക്തമായ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ആ ശക്തമായ മഴയും കാറ്റും ഈ വെള്ളം നന്നായിട്ട് കനത്ത് നിന്നതാണ് ആ ഒരു മല ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീഴാൻ കാരണം. ജോമോനും കുടുംബവുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ഒരു പരിക്കില്ല. പക്ഷേ ഈ വീടിൻ്റെ പുറകുവശം പൂർണ്ണമായിട്ടും തകരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായത്. നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ ജോമനുണ്ട്. നമുക്ക് ജോമനോട് കാര്യങ്ങൾ തിരക്കാം. അതായത് എന്താണ് ഈ സംഭവമെന്ന് ജോമോൻ തന്നെ പറയും. ജോമോൻ, ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഈ സംഭവം ഉണ്ടായിരുന്നത് 10:30 ഇന്നലെ രാത്രി 10:30 അതിശക്തമായ മഴ പെയ്തായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ഓൺലൈനിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ 10:15. അപ്പോൾ ഞങ്ങൾ ചോറിന് താമസിച്ചു. ഞങ്ങൾ ചോറ് നടക്കുന്ന റൂമിൽ നിന്നാണ് ചോറ് തിന്നുന്നത്. അവിടെ ചോറെടുത്ത് വെച്ച് പാത്രത്തിൽ വിളമ്പി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇളയവനെ എവിടെ നിന്ന് കളിക്കുക അവനെ വിളിച്ചപ്പോഴേക്കും നേരെ വൈഫാണെങ്കിൽ ഒരു ചെറിയ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞ് ആ ജനൽ തുറന്ന് നോക്കലും ഒരു മല വലുതായിട്ട് ഇങ്ങനെ ഇളകി വരുന്നത്. പിന്നെ നോക്കുന്നത് ഇളയവൻ്റെ മേത്ത് നിറച്ച് ചെളി. മൂത്തവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടറാന്നും പറഞ്ഞ് വലിച്ചിട്ട് അവൾ ഓടണം. പെണ്ണുമ്പോഴാണെങ്കിൽ ചെളി ഒന്ന് അടിച്ചിട്ട് നേരെ തെറിച്ച് ചോറിലും എല്ലാം തിന്നാൻ ചോറൊന്നും എടുക്കാൻ നിൽക്കേണ്ടത് എല്ലാവരും ഓടിച്ച് പുറത്തേക്ക് വാതിലാണ് ചവിട്ടി വലിച്ച് തുറന്ന് 2 പിള്ളേരെ ഞാൻ പുറത്താക്കിയതിന് ശേഷം വൈഫ് അപ്പോൾ ഇവിടെ നോക്കിന്ന് വൈഫാണെങ്കിൽ അവൾ തെറിച്ച് താഴെ കിടക്കുക. പിന്നെ അതിനെയും വലിച്ച് ഞാൻ പുറത്തേക്ക് കയറിയിട്ട് ഞങ്ങൾ 4 പേരോട് ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങണ പോകും. ബെഡ്റൂമാണ് ഇല്ല. ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നത്. പരീക്ഷ അവിടുന്ന് ഇതിൻ്റെ അവിടെ ഇരുന്ന് ഇന്നലെ എൻ്റെ അവിടെ ഇരുന്നാണ് പരീക്ഷ എഴുതുന്നത്. അവളുടെ പരീക്ഷ കഴിഞ്ഞ് അപ്പോഴേക്കും ചോറിനെ ഞങ്ങൾ വിളിച്ച്. അല്ലെങ്കിൽ കൊച്ച് 10 മണി 11 മണി വരെ ഇവിടെ ഇരുന്ന് പഠിച്ച് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് TV കണ്ട് വാർത്തകൾ എന്തൊക്കെ നടക്കുന്നുണ്ട് കാണുന്ന അവിടെ ഇരുന്ന് കാണും, സോഫയിൽ ഇരുന്ന് കാണും. അപ്പോൾ ചോറിനിട്ട് നേരത്തെ കിടക്കാടി വലിയ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പോഴേക്കും അതിശക്തമായ മഴ വന്ന് ശക്തമായ മഴയുടെ ചെറുതായിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ആ മണ്ണിൻ്റെ ശബ്ദമായിരിക്കുള്ളൂ, മണ്ണിടിഞ്ഞ് വീണതിൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും കല്ല് വന്ന് പതിച്ച് ഇളയ കൊച്ച് ചെളി കുളിച്ച് നിൽക്കണ്. ഞാൻ പറഞ്ഞു അവനെ വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഓടിക്കണോ എന്ന് വിളിക്കും. ജനൽ വന്ന് അടിച്ച് അവൻ്റെ മേത്തേക്കൂടെ അവൻ്റെ കൈമ വന്ന് ചെളിയൊക്കെ അടിച്ചതിൻ്റെ ചില്ലൊക്കെ ഉണ്ടായിരുന്നല്ല, ചില്ലും ചെളിയിലേക്ക് വരേണ്ടതും കൂടി വന്ന് മേത്തേക്ക് വന്നിട്ട് അവൻ്റെ മേത്തൊക്കെ അവിടെ ഇവിടെ പോറലും ഇടുക്കലുമാണ്. അവനോട് അവന് 6ൽ, മൂത്തവള് +2. ഞാൻ സെക്യൂരിറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വൈഫിനെ പിള്ളേർക്കൊക്കെ പനിയായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെയാണ് പനി. അപ്പോൾ ഇളവളുടെ പനി അറിയും ഇളവ് കൊച്ചിന് പോയി. അത് കഴിയുമ്പോൾ വൈഫിന് പനി ഭാഗ്യമായി. അല്ലെങ്കിൽ ഞാൻ നൈറ്റൊക്കെ പോയി പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് എത്താറ്. ഒറ്റ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ടായത്. ദൈവമേ. അങ്ങനെ എന്നെപ്പറ്റി ഇന്നലെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിച്ചായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസുകാർ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. അവർ രാത്രി തന്നെ എത്തി. ആർക്കെങ്കിലും അപകടത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അവർ വന്ന് നോക്കി. ആരുമില്ല. ഞാൻ പറഞ്ഞു കുട്ടിയുടെ ബുക്കുകളും യൂണിഫോമും ഇതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇഷ്ടത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ആളകത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഫയർഫോഴ്സ് വന്ന് നമ്മൾ യൂണിഫോമൊക്കെ എടുത്ത് തന്നു. അവരതൊക്കെ ചെയ്യുന്നുണ്ട്. നാളെ കാലത്ത് വരാം, വൈകുന്നിട്ട് നിങ്ങൾ വേണ്ടപ്പോൾ ഒരു ഓഫീസർ വരട്ടെ. അത് അവിടെ ചെന്ന് വന്നില്ലെങ്കിൽ നിങ്ങൾ ഓഫീസറിൽ ചെന്ന് വില്ലേജ് ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കാനാണ് പറഞ്ഞേക്കണം. SI 7 വർഷം. ഇവിടെ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? നേരത്തെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ് ഇതിലെ മുകളിൽ കൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പോകുന്നുണ്ട്. ആ പുഴയിൽ നിന്ന് അടിച്ച വെള്ളം അത്
പോകുന്നത് ഇതിലെ ഈ കനാൽ വണ്ടി കൂടെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ചെറിയ മണ്ണിടിഞ്ഞ് പോകുന്നത് ആ തിട്ടാണ് ആ കിടക്കുന്നത്. അന്ന് ആ മരമോടുകൂടി ഇടിഞ്ഞ് പോകുന്നത് അല്ലാണ്ട് വേറൊരു ഭീഷണി ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് ഇങ്ങനെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതെ അതെ അതെ, മണ്ണിടിച്ചിൽ ഈ പശമണ്ണായതുകൊണ്ട് എപ്പോൾ പറയാൻ പറ്റില്ല. നല്ല കട്ടയിൽ നിൽക്കുന്ന മണ്ണായിരുന്നു. നല്ല കനത്ത മഴയിൽ ഇവിടെ കൃഷി കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഒന്ന് കൃഷിക്ക് പ്ലാവ് മാവ് ഇതൊക്കെ അടിയാത്ത പറഞ്ഞ കൃഷിയല്ല, നമ്മുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടി നമുക്ക് ഭാഗ്യം. അതെ അതെ, ഒരു 5 മിനിറ്റത്തെ വ്യത്യാസം ഇന്ന് നേരം വെളുത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് ഇങ്ങനൊരു യോഗം ദൈവം തന്നത് തന്നെ ദൈവത്തോട് 100 നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഇല്ല. 4 പേരും നേരം വെളുക്കുമ്പോൾ മണ്ണിൻ്റെ അടിയിലാണ്. ഇപ്പോഴും വേദനയോടുകൂടി തന്നെയാണ് ജോമോൻ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്. കാരണം ഇന്നലെ രാത്രി 10:30 നടന്ന സംഭവമാണ്. അതായത് മോന് പരീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ ഇവർ സാധാരണ കിടക്കുന്നതാണ്. പക്ഷേ ഇന്നലെ 10:30 കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ആയിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ വീട്ടിലുണ്ടായിരുന്ന ആ അലമാരി, അതോടൊപ്പം തന്നെ ആ വീട്ടിലെ ടേബിള്, അതുൾപ്പെടെ എല്ലാം അവിടെ ഈ ചെളിയും മറ്റുമൊക്കെ കയറി പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയാണ്. വീട്ടിനുള്ളിലെ ആ ടേബിൾ ഫാനൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും കഴിഞ്ഞ 7 വർഷം മുമ്പ് വെച്ച വീടാണ്. ആ വീട് ഒറ്റ നിമിഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നൊരവസ്ഥ. ഒരുപക്ഷെ ഇന്നലെ രാത്രി അവർ ഉറങ്ങേണ്ട ഒരു മുറിയാണ്. അവർ ഉറങ്ങിയിരുന്നുവെങ്കിൽ ഇതിൽ വലിയൊരു ദൈവാധീനമെന്ന് പറയാം. പക്ഷേ ആ സമയം ഇവർക്ക് ഇവിടെ ആ സമയത്ത് അവരാരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം ബന്ധപ്പെട്ട ഫയർഫോഴ്സിനെ വിളിച്ചു, അവരൊക്കെ എത്തി. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ജോമനോടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ആ വീട് നിറച്ച് ചെളി കയറി ഇറങ്ങിയൊരവസ്ഥ. അതായത് ഒരു വലിയൊരു മലയാണ്, മണ്ണുമലയാണ്. ആ മണ്ണുമല പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് പതിക്കുകയായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം താറുമാറാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. എന്തായാലും നിലവിലിപ്പോൾ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു കൂന തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം. ഒരു വലിയൊരു കല്ല്, ഒരു വലിയൊരു ചെങ്കല്ലാണ്. ആ ചെങ്കല്ല് താഴത്തേക്ക് പതിച്ചു നിൽക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഈ മല ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പൊടിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടായ കനത്ത മഴ, ആ മഴയത്ത് ഈ കല്ലും മണ്ണുമൊക്കെ നനഞ്ഞ് കുതിർന്ന് താഴത്തേക്ക് ഇരുന്ന് പതിച്ചതാണ്. ഒരു വീട് അപ്പാടെ അതിൻ്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. മോത്തി.